എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഈദിൻ്റെ ഡേ ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡ്രസ്സ് അടിക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വീടും ചുറ്റുപാടൊക്കെ ക്ലീൻ ആക്കിയിട്ടു. കാരണം രാവിലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ ഓരോരുത്തരായിട്ട് വരും. മോൻ്റെ ഫ്രണ്ട്സ് വന്നു, അവർ എല്ലാവരും വന്ന് ജസ്റ്റ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയി. പിന്നെ നമുക്ക് കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ വന്നു. ഇനിയും വരാനുണ്ട് കേട്ടോ. ഇനി നമ്മളെ അനിയനും വൈഫൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ മോള് അങ്ങോട്ട് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് അവരെ കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട്. പിന്നെ ഇന്ന് മോന് ഡയാലിസിസ് ഉള്ള ദിവസമായിരുന്നു, പക്ഷേ ഇന്നലെ ഡയാലിസിസ് കഴിഞ്ഞു. നമുക്ക് പെരുന്നാളായതുകൊണ്ട് തന്നെ ഞായറാഴ്ച ഡയാലിസിസ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ CH സെൻറ്ററിൽ പോകുന്ന കാരണം ഒരുപാട് ഫാമിലികളും ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ച് ഈദ് ആശംസകളൊക്കെ അറിയിച്ചു. പിന്നെ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ട്, അതുപോലെ പായസം വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ടാണ് നമ്മളിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന, അതുപോലെ ഇങ്ങനെ സേവ് ചെയ്ത് പാത്രങ്ങളൊക്കെ വെക്കുന്ന അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ ഫുള്ള് നീറ്റാക്കി. കുറച്ച് തിരക്കായിരുന്നു രാവിലെ. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ക്ലീൻ ആക്കണം എന്നൊരു കൊതി ഉണ്ടായി. അതിനിടയിൽ നമുക്ക് കുറച്ച് കോഴിക്കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തു. ഇനി അവർക്കുള്ള ഫുഡ് പുറത്തുനിന്ന് സ്റ്റാർട്ടർ ഫുഡ് കൊണ്ടുവരണം. പിന്നെയുള്ളത് ഇന്നലത്തെ മൈലാഞ്ചി വിശേഷമാണ് കേട്ടോ. അപ്പം മകള് ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് മൈലാഞ്ചി ഇട്ട് വന്നത്. പിന്നെ രാവിലെ ഉള്ള ഒരു സീനാണിത്. ഈ ഒരു രീതിയിലാണ് ചുവന്നിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കളർ നല്ലോണം കൂടും. പിന്നെ ഞാൻ രാവിലെയാണ് കേട്ടോ നൈറ്റി അടിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ടാണ് നൈറ്റി അടിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള തുണി കിട്ടും. ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ നൈറ്റി 3 പീസ് നൈറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെല്ലാം കൂടെ ഇപ്പോൾ അടിക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ 2 പീസ് അടിച്ചു. ഒന്ന് ഇനി പിന്നെ അടിക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ നൈറ്റി അടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ അലക്കിയെടുക്കാനും ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഈ ഒരു കളറ് ആഷ് കളറാണ്, അതിൻ്റെ പുറകെ ഈ ഒരു ഗ്രീനും, ഇങ്ങനെ 2 എണ്ണം ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് പെരുന്നാൾ ഡ്രസ്സാണ്. പെരുന്നാൾ ഡ്രസ്സ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല ഈ പ്രാവശ്യം. കാരണം കൂടുതൽ പോയിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ടൈമൊന്നും നമുക്കുണ്ടായില്ല. അങ്ങനെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഒരു കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും മൈലാഞ്ചി വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്ര നമുക്ക് പങ്കിടുന്നുള്ളൂ കേട്ടോ. ഇനി ബാക്കി വീഡിയോസ്, വിശേഷങ്ങൾ പോകുന്ന വീഡിയോയും നമ്മൾ ഓരോ കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുക്കിങ് ഇന്ന് പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കുക്കിങ്. അതിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് നല്ല രീതിയിലൊന്നും എടുത്തിട്ടില്ല. പുറത്ത് വിറകടുപ്പിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുക്കിങ്ങിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഈദ് മുബാറക്.